ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. മാറാടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ളവ തള്ളുന്നത് തടയുന്നതിനായി ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് സജീവമായിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതരും ജനങ്ങളും. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 3 തവണയാണ് ശുചിമുറി മാലിന്യം MC റോഡരികിൽ തള്ളിയത്. പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത്. നഗരങ്ങളിൽ നിന്നും ശുചിമുറി മാലിന്യവുമായി എത്തുന്ന മാലിന്യ ലോറികളെ തടയാൻ ജാഗ്രതാ സമിതി രൂപീകരിച്ച് രാത്രി ഉറക്കമൊഴിച്ച് കാവലിരിക്കുകയാണ് ഇപ്പോൾ മാറാടി നിവാസികൾ. തുടർച്ചയായി ശുചിമുറി മാലിന്യവുമായി എത്തുന്ന ലോറികൾ മാലിന്യം റോഡരികിലും ജലസ്രോതസ്സുകളിലും തള്ളുന്നത് പതിവായതോടെയാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതികൾ സജീവമായിരിക്കുന്നത്. മാറാടിയിൽ MC റോഡരികിലെ ഒഴിഞ്ഞ പറമ്പിലേക്ക് 2 ആഴ്ചക്കിടയിൽ 3 തവണയാണ് ശുചിമുറി മാലിന്യം തള്ളിയത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധികൾ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നടക്കുമ്പോഴാണിത്. മാലിന്യം സമീപത്തെ വീടുകളിലെ കിണറുകളിലും പറമ്പുകളിലും മഴ പെയ്യുമ്പോൾ ഒഴുകിയെത്തിയതിനെ തുടർന്ന് കിണർ വെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. മാറാടി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന പമ്പ് ഹൗസിന് സമീപമാണ് ശുചിമുറി മാലിന്യം കഴിഞ്ഞ ദിവസം കൊണ്ടുതള്ളിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി, പഞ്ചായത്ത് അംഗങ്ങളായ രതീഷ് ചങ്ങാലിമറ്റം, ഷിജി മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇവിടെ ബ്ലീച്ചിംഗ് പൗഡർ വിതറി ശുചീകരിക്കുകയായിരുന്നു. മാറാടി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ 20 കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. മാലിന്യം തള്ളുന്നവരെ പൊതുജനമധ്യത്തിൽ വിചാരണ ചെയ്യാനും ജനപ്രതിനിധികൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി പറഞ്ഞു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.